നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം. കൊറോണ പടർന്നു പിടിക്കുന്ന സാഹചര്യത്തിൽ ഇറ്റലിയിലും ഇറാനിലും കുടുങ്ങിയ വിദ്യാർത്ഥികളടക്കമുള്ള ഇന്ത്യക്കാരെ നാട്ടിലെത്തിക്കുകയുണ്ടായി. ഇറ്റലിയിൽ കുടുങ്ങിയ 220 പേരെയും ഇറാനിൽ നിന്ന് 234 അംഗ സംഘത്തെയുമാണ് നാട്ടിൽ തിരികെ എത്തിച്ചിരിക്കുന്നത്. ഇവരിൽ ഭൂരിഭാഗവും വിദ്യാർത്ഥികളാണെന്നാണ് ലഭ്യമാകുന്ന വിവരം. ഇറ്റലിയിൽ നിന്ന് 211 വിദ്യാർത്ഥികളടക്കം 220 ഇന്ത്യക്കാരെയാണ് ഇന്ന് രാവിലെ എയർ ഇന്ത്യയുടെ പ്രത്യേക വിമാനത്തിൽ ഡൽഹിയിൽ എത്തിച്ചതായുള്ള വാർത്തകൾ പുറത്തേക്ക് വന്നത്. കൊറോണ അതായത് COVID-19 വൈറസ് ബാധ മഹാമാരിയായി പ്രഖ്യാപിക്കുകയും പ്രഭവ കേന്ദ്രം ഇപ്പോൾ യൂറോപ്പാണെന്ന് ലോകാരോഗ്യ സംഘടന പ്രഖ്യാപിക്കുകയും ചെയ്ത സാഹചര്യത്തിലാണ് ഇന്ത്യൻ പൗരന്മാരെ ഇറ്റലിയിൽ നിന്നും ഇറാനിൽ നിന്നും ഒഴിപ്പിച്ചിരിക്കുന്നത്. 213 വിദ്യാർത്ഥികളെയും കൂടിയുള്ള മറ്റ് 7 പേരെയും മിലാനിൽ നിന്ന് എയർ ഇന്ത്യ വിമാനത്തിൽ ഒഴിപ്പിച്ചെന്ന് മിലാനിലെ ഇന്ത്യൻ കോൺസുലേറ്റ് ട്വീറ്റ് ചെയ്യുകയുണ്ടായി. ഈ നിർണായക അവസ്ഥയിൽ സഹായിച്ച എല്ലാവർക്കും നന്ദിയും പറഞ്ഞു. എയർ ഇന്ത്യക്കും ഇറ്റാലിയൻ അധികൃതർക്കും പ്രത്യേക നന്ദി. ഇന്ത്യൻ കോൺസുലേറ്റ് ട്വീറ്റ് ചെയ്തത് ഇങ്ങനെയായിരുന്നു: അധികൃതർക്ക് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് വിദ്യാർത്ഥികളും രംഗത്തെത്തുകയുണ്ടായി. എയർ ഇന്ത്യയുടെ പ്രത്യേക വിമാനത്തിൽ ഇന്ത്യയിൽ എത്തുകയായിരുന്നു ഇവർ. ഞങ്ങളെ തിരികെ എത്തിക്കാൻ മുൻകൈ എടുത്ത എല്ലാവർക്കും നന്ദി എന്നാണ് ഇന്ത്യയിലെത്തിയവരിൽ ഒരാൾ ട്വിറ്ററിൽ കുറിച്ചത് തന്നെ. ഇറാനിൽ കുടുങ്ങിയ ഒരു സംഘം വിദ്യാർത്ഥികളെയും ഇന്ന് രാവിലെ ഡൽഹിയിൽ തിരിച്ചെത്തിക്കുകയും ചെയ്തു. 234 അംഗ സംഘത്തെയാണ് ഇന്ത്യയിൽ എത്തിച്ചത്. ഇതിൽ 131 പേർ വിദ്യാർത്ഥികൾ, 103 പേർ തീർത്ഥാടകരുമായിരുന്നു. 2 എയർ ഇന്ത്യ വിമാനങ്ങളിലായി ഇവരെ രാജസ്ഥാൻ സൈന്യം ക്രമീകരിച്ചിരിക്കുന്ന നിരീക്ഷണ കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. മിലാനിൽ നിന്നുള്ളവരെ ഡൽഹി വിമാനത്താവളത്തിൽ നിന്ന് ITBTയുടെ ചാവല ക്യാമ്പിലേക്ക് നിരീക്ഷണത്തിനായി മാറ്റും. ഇവരെ കർശന നിരീക്ഷണത്തിലാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇവരിലും രോഗബാധ സ്ഥിരീകരിച്ചാൽ രാജ്യത്ത് 100-ൽ കടക്കും കൊറോണ ബാധിതർ എന്നാണ് പറയപ്പെടുന്നത്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.